അതേപോലെ പ്രളയം ഉണ്ടാക്കിയിരിക്കുന്ന കെടുതി അത് അവരുണ്ടാക്കിയതാണ്. അതാണ് ഇപ്പോൾ കേരളീയർ ചർച്ച ചെയ്യുന്ന വിഷയം. അതാണ്. അതേപോലെ തന്നെ BJP ആ പ്രളയത്തിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമുണ്ട് കേരളത്തെ സഹായിക്കുന്നത്. പൈസയുടെ സഹായം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തില്ല എന്ന് മാത്രമല്ല, കിട്ടാൻ പോയ സഹായം കേന്ദ്ര ഗവൺമെൻറ് മുടക്കുകയും ചെയ്തു പല ഭാഗത്തും. എന്തൊരു ക്രൂരതയാണ് അവർ കേരളീയരോട് ചെയ്തത്. എന്നിട്ടാണോ അവർ കേരളത്തിൽ വോട്ട് ചോദിക്കുന്നത്? ഒരു കൂട്ടർ പ്രളയമുണ്ടാക്കി കേന്ദ്ര ഗവൺമെൻറ് ആ പ്രളയത്തിൽ കേരളത്തിന് 10 പൈസ കൊടുക്കാതെ കഷ്ടപ്പെടുത്തി കിട്ടുന്നത് മുടക്കി. ഇതിന് മറുപടി പറയുന്നതിന് പകരം നോൺ ഇഷ്യൂസ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളഞ്ഞിട്ട് കഴിയുന്നുണ്ട്. ഈ ഉത്തരേന്ത്യയിൽ ഈ ഒരു ലീഗിൻ്റെ ഒരു വിഷയം ഉന്നയിച്ച്, ഈ പച്ചക്കൊടിയൊക്കെ പറഞ്ഞ് ഒരു വിഷയം ഉന്നയിച്ച് അത് ഉത്തരേന്ത്യയിൽ BJP ഒരു ഇഷ്യൂ ആക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെന്തെങ്കിലും UPAക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ? യേശൂല. കാരണം വെച്ചാൽ അവിടെ പച്ചക്കൊടി പലർക്കും ഉണ്ട്. അവിടെ ബീഹാറിലൊരു പച്ചക്കൊടി ഉണ്ട്, അവരെ കൂടെയുള്ളത്. ആ പച്ചക്കൊടി ഒന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ദിവസമേ പറയുള്ളൂ, രണ്ടാമത്തെ ദിവസം അത് പറയില്ല. രാഹുൽ ഗാന്ധി അതിന് നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ. കാരണം ഇന്ത്യയെ ഒന്നായി കാണുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യ ഒന്നാണ്, ഈ രാജ്യത്ത് പല ജനങ്ങളും എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞു. അവർ പിന്നെയും എല്ലാവരും അവർക്ക് ഒരുപോലെ അല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. യോഗി ആദിത്യനാഥ് ചെയ്യുന്നതാണ്. ഇന്ത്യൻ പൗരന്മാരെല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെ അല്ല എന്ന് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ അതിനുള്ള മറുപടി ഇന്നും വയനാട്ടിലെ ചരിത്ര നിയോഗത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സീറ്റാണ്. എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ച സീറ്റാണ്. ആ സീറ്റ് ഉണ്ടായതിനു ശേഷം കോൺഗ്രസിൻ്റെ ഏത് സീറ്റിലും കോൺഗ്രസ് പ്രസിഡന്റിന് നിൽക്കാം. അതിൽ യാതൊരു കുഴപ്പമില്ല. അവിടെ ഈ പച്ചക്കൊടിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കാൻ പോകും. അപ്പോൾ അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആര് ഇത് അതൊക്കെ പിന്നെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ദയനീയമായ തോൽവി UPയിൽ അവർ മുമ്പ് കടന്നു. അപ്പോൾ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് തോന്നുന്നില്ല അതിനൊരു ഗൗരവമുണ്ട് എന്നുള്ളത്. ഈ ഒരു വാക്ക് പോലും CPM-നെതിരെ പറയാതെ രാഹുൽ ഗാന്ധി പോയതിൽ ലീഗ് ഉൾപ്പെടെ ഒരു അമ്പലത്തിലാണ്. കാരണം CPM-നെതിരെ ഒരു വാക്കെങ്കിലും പറയണ്ടേ? പ്രത്യേകിച്ച് ഇവിടുത്തെ 20 സീറ്റുകളിൽ അല്ലെ 19 സീറ്റുകളിൽ ഇതിനൊരു ആവേശം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല. ഞാനോട്ട് പറയുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞില്ല. CPM-നെതിരെ അവർ പറയുന്ന രീതിയിൽ പറയില്ല എന്നാണ് പറഞ്ഞത്. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്, ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവർ പറയുന്ന രീതിയിൽ ഈ മത്സരത്തെക്കുറിച്ചും മറ്റൊക്കെ അവർ പറഞ്ഞതിന് മറുപടി പറയില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ മേലാൽ ഞാൻ CPM വിമർശിച്ചില്ല. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റില്ലേ. അദ്ദേഹം കോൺഗ്രസ് പല സംസ്ഥാനത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയം പറയേണ്ടി വരില്ല. അദ്ദേഹം കടപ്പുറത്ത് വന്നപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെ രൂക്ഷമായി വിമർശിച്ചില്ലേ. അതൊക്കെ ഭാവിയിലും തുടരും, അതിനൊന്നും ആർക്കും സംശയം വേണ്ട. പക്ഷേ ഒരു ഹോണറബിൾ ആയിട്ട് ആ വിഷയം അദ്ദേഹം കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കുക എന്നാണ് മോദി പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദക്ഷിണേന്ത്യയിലെ വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും ഇന്ന് മോദി പറഞ്ഞിട്ടുണ്ട്, ആരോപിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ഒരേപോലെ കണ്ട് രണ്ട് സ്ഥലത്തും മത്സരിക്കാൻ ധൈര്യമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി. മോഡിക്കത് പറ്റുമോ? വർത്തമാനം പറയാനേ പറ്റൂ. മത്സരിച്ച് നോക്കണം, അപ്പോൾ വിവരം അറിയും. മോഡിയെക്കാരും സൗത്ത് ഇന്ത്യയിൽ നിന്ന് മത്സരിച്ച് നോക്കണം, അപ്പോൾ വിവരം അറിയും. അത് രാഹുൽ ഗാന്ധിക്ക് പറ്റും, മോഡിക്ക് കഴിയില്ല. ഒരേപോലെ ഇന്ത്യയെ കാണാൻ കഴിയാത്ത നേതാവാണ് മോഡി. നേരെ മറിച്ച് രാഹുൽ ഗാന്ധി ഒരേപോലെ ഇന്ത്യയെ കാണാൻ കഴിയുന്ന നേതാവാണ്. ഇത് തെളിവാണ് രണ്ട് സ്ഥലത്തും മത്സരിക്കുന്നത്. ഇന്നലെ BJP-ന്റെ റോഡ് ഷോയിൽ ലീഗിന്റെ പതാകയാണ് പാറി പറഞ്ഞതിൽ അധികമുണ്ട്. അല്ല, അത് പിന്നെ ചിലർ ദോഷൈക ദൃക്കുകൾ 1-2 പതാക എടുത്ത് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാകയായിരുന്നു ഏറ്റവും കൂടുതൽ. ഞാൻ ഓപ്പൺ വണ്ടിയിലുണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരുടെ പതാകയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ലീഗിൻ്റെ ഉണ്ടായിരുന്നു. ലീഗിന് കാണാൻ പാടില്ലാത്തത് യോഗി ആദിത്യനാഥിനെ ഉള്ളൂ, വേറെ ആർക്കും ഇന്ത്യ രാജ്യത്തില്ല. ഈ ലീഗാണോ അപ്പോൾ രാഹുൽ ഗാന്ധി ജയിപ്പിക്കുന്ന ഉത്തരവാദിത്തം ലീഗിലേക്ക് വരുന്നത് കണ്ടാണോ ലീഗിനെ ഒറ്റപ്പെട്ട് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്? അതെ, അതിലൊന്നും ഞങ്ങൾക്ക് ഒരു കൂസലുമില്ല, കോൺഗ്രസിനും ഇല്ല, പിന്നെ കാൻഡിഡേറ്റായ രാഹുൽ ഗാന്ധിക്കും ഇല്ല. ആർക്കും അതിലിത്ര പടർച്ച. അത് ഈ പ്രളയത്തെ ഭയപ്പെടുന്നവർ, അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോട്ട് വിരോധവും പെർഫോമൻസും ഒക്കെ അതിനെ ഭയപ്പെടുന്നവർ, അവർ വിഷയങ്ങളില്ല, വിഷയദാരിദ്ര്യം കൊണ്ട് ഓരോന്ന് തിരഞ്ഞെടുക്കുക. അവർക്ക് മാത്രമാണ് അത് വിഷയം. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് അത്
24 മണിക്കൂർ നിൽക്കാത്ത വിഷയമാണ്. ഓക്കെ, താങ്ക് യു. ആഭരണ പ്രേമികൾക്കിനി ആഘോഷത്തിന്റെ നാളുകൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫർ. കവിതയിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ, മെഗാ ബമ്പർ സമ്മാനമായി മാരുതി സുസുക്കിയുടെ സിയാസ് ആഡംബര കാർ സ്വന്തമാക്കാം. കൂടാതെ 6 ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ, ആഴ്ചതോറും ഗൃഹോപകരണങ്ങളായ TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് അവൻ എന്നീ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം. കവിത സന്ദർശിക്കൂ, ആനന്ദത്തിന്റെ ഈ ആഘോഷത്തിൽ പങ്കുചേരൂ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ഒറ്റപ്പാലം, വളാഞ്ചേരി, ചെറുപ്പുളശ്ശേരി, പൊള്ളാച്ചി.